ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് മഴയ്ക്ക് കുറച്ച് ഒഴിവുണ്ട് കേട്ടോ. ഇന്നലെയായിട്ട് നല്ല ഒഴിവുണ്ട്. ചെറിയ വെയിൽ വരുന്ന പോലെ ഉണ്ട്. കുറച്ച് കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കത് കറി വെക്കാം കേട്ടോ, കോവയ്ക്ക കറി. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. സ്കൂളിൽ പോകേണ്ട തിരക്കാണ് കേട്ടോ. കോവയ്ക്ക് നീളത്തിൽ മുറിക്കണം കേട്ടോ. അമ്മേൻ്റെ തലയിൽ പൂവൊക്കെ വെച്ചിട്ട് രാവിലെ അച്ഛൻ നടക്കാൻ പോയിട്ട് വരുമ്പോൾ ഒരു ചമ്പകം കൊണ്ടുവന്നു. പച്ചമുളക് വരണോ? എന്തോ ഒരെണ്ണം ആയിട്ട് വരണം മതി. അത്ര എരിവ കാക്ക നോക്കും. വല്ലാത്ത സൗണ്ട് കാക്കയ്ക്ക്. നേരെ പോയിട്ട് സൈഡ് മുറിച്ചിട്ടുണ്ടത്. ഓരോരോ ദിവസം പച്ചക്കറി അരിഞ്ഞിരുന്നു. എന്നാലും പച്ചക്കറി എങ്ങനെ അരിയുന്നു എൻ്റെ അടുത്ത് ചോദിക്കും. കാക്കയുടെ സൗണ്ട് എങ്ങനെ ഓരോരോ വികൃതികളെ കുറെ കാലം കഴിയുമ്പോൾ കാക്ക സംസാരിക്കുന്നു തോന്നുന്നുണ്ട്. കോവയ്ക്കൊന്ന് മുറിച്ചെടുക്കട്ടെ കേട്ടാ. കറിക്ക് വേണ്ട ആദ്യം തേങ്ങ അരച്ചിട്ട് വരാം. ചെറിയൊരു മുറി തേങ്ങ, 2 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. എല്ലാം കൂടി നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് കോവയ്ക്ക കറി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. ഇതിലേക്ക് 3 ചെറിയുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 കറിവേപ്പില. എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഉള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നു കേട്ടോ. ഇതിലേക്ക് നമ്മുടെ കോവയ്ക്ക് അരിഞ്ഞ് വെച്ചതിടാം. നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. നന്നായി ഇളക്കിയിട്ട് വഴണ്ട് വരട്ടെ. മൂടി വെക്കാം. ഒന്ന് മൂടി വെക്കാം കേട്ടോ. 5 മിനിറ്റ് വേകട്ടെ. തുറന്ന് നോക്കാം. നന്നായി വാടി വന്നു കേട്ടോ. സൂപ്പറായി. ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കട്ടെ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അച്ചാതെ നോക്ക്. ഇതിലേക്ക് 2 കുടമ്പുളുടെ കഷ്ണം കേട്ടോ. 2 ഇട്ടിട്ടുണ്ട്. കുതിർത്തി വെച്ചാണ്. അതും കൂടി ഒഴിച്ച് കൊടുക്കട്ടെ വെള്ളത്തോടെ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അടച്ച് വെച്ച് വേകട്ടെ. കറി ഒന്ന് തുറന്ന് നോക്കാം. എന്തായി നോക്കാമല്ലോ. നമ്മുടെ കറി തിളച്ചു കിട്ടാ. നന്നായിട്ട് തിളച്ച് വന്നതാ. സൂപ്പറായി. ഇനി ഇത് ഇറക്കുക. എന്നിട്ട് താളിക്കട്ടെ. ചെറിയൊരു താളിപ്പ് അത്രേ ഉള്ളൂ. ചീൻചട്ടി ഒന്ന് ചൂടാവട്ടെ. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ചും കൂടി എണ്ണ ചൂടാവട്ടെ നന്നായിട്ട്. കുറച്ച് ഉലുവിട്ട് കൊടുക്കുക. 4-5 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 2 കറിവേപ്പില, ഇനി നന്നായി മൂത്ത് വരട്ടെ.
ഉള്ളി നന്നായി മൂത്ത് വന്നു. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാ ഓഫാക്കുക. സൂപ്പർ കറി വെച്ച് നോക്കുക വെക്കാത്തവർ. സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല മീൻകറിൻ്റെ മണം കണ്ടാണ് കുടംപുളി ഇട്ടപ്പോൾ. ഇതുപോലെ വെക്കാൻ ഇഷ്ടപ്പെടും. ഒരു പടവലങ്ങ ഉണ്ട് കേട്ടോ, അതിന് ഉപ്പേര് മെഴുക്കുവരട്ടി വെക്കട്ടെ. അപ്പോൾ സവാള കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടെ. പടവലങ്ങ ഒരെണ്ണേ ഉള്ളൂ, വലുതാണ് മാത്രം. ചതച്ച മുളക് പൊടി ഇല്ല കേട്ടോ, അപ്പോൾ സാധാ മുളക് പൊടി. സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇല്ലാണ്ടല്ല പൊടിക്കാൻ വയ്യാണ്ട്. കുറച്ച് മഞ്ഞപ്പൊടി, ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് വേഗട്ടെ കേട്ടോ. മെഴുക്കുവരട്ടി റെഡി ആയിട്ടാ, സൂപ്പറായി. ചോറാക്കി കൊടുക്കട്ടെ. തല കെട്ടി കൊടുക്കാൻ കേട്ടോ, നല്ല വെയിലുണ്ട്. രാവിലെ തന്നെ നല്ല വെയിലുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടുള്ള അവസ്ഥ ഞാൻ നേരെ എടുക്കുമ്പോൾ അവിടെ വളർന്നില്ല. എനിക്കങ്ങനെ അറിയുന്നു. ഇന്നലെ വേറെ യൂണിഫോം ആയിരുന്നു കേട്ടോ. ബുധനാഴ്ച ആഴ്ച വേറെ, ആഴ്ചയിൽ ഒരു ദിവസം വേറെ. അതെല്ലാവിടെ ഉണ്ട്. പിന്നെ മുഴുവൻ എത്തിക്കാൻ പറ്റില്ല. എന്തൊരു വെയിലല്ലേ ഇത്. വേഗം അടിക്കണ്ടേ അല്ലേ? തല മടയട്ടെ. തലയൊക്കെ കെട്ടി. ഏട്ടനും ഉണ്ണിക്കും ചോറാക്കട്ടെ ഏട്ടാ. ഇത് ഉണ്ണിക്ക് പടവലങ്ങ മെഴുക്കുവരട്ടി. അത് കുറച്ച് മതി. ഇത് ഏട്ടൻ്റെ ചോറ്. ചെറിയ പാത്രം വെച്ചത്. ഇത് ഏട്ടൻ്റെ ഉപ്പേരി പാത്രമാണ്. കോവയ്ക്ക കറി കേട്ടോ. ലൈക്ക് ഫിഷ് കറി. മീൻകറിൻ്റെ അതേ ടേസ്റ്റാണ്, പക്ഷെ കഷ്ണം കോവയ്ക്കണം മാത്രം. ഇപ്പോൾ ഇത് രണ്ടുപേരെ അയച്ചു വിടട്ടെ. ഹലോ ഗൈസ്, എന്താണ് ചാക്കൊക്കെ ഇട്ട് മീശങ്ങള് ഏട്ടൻ റേഷൻ കടയ്ക്ക് പോയതാട്ടോ. രണ്ടരിഞ്ഞിട്ട് അച്ഛൻ ഇതിനെ വീണ്ടും പോണു. മണ ഉണ്ട് ഇത്ര. അപ്പോൾ മണ കുട്ടി വരുന്നില്ല, അത് മേടിച്ച് വരട്ടെ. രണ്ടരിയും ഗോതമ്പ് പൊടി. Ta-da, bye-bye, see you.